വോട്ടിന് പരാജയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കവടിയാർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ KS ശബരിനാഥൻ ജയിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ രണ്ട് യു ഡി എഫിന്റെ വിമതർ വിജയിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ UDF വിമതരായി മത്സരിച്ച 2 പേർ വിജയിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ജോസഫ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഞാൻ ഈ വിജയിച്ചവരുടെ ഒരു കാര്യം പറയാം. LDF അതായത് വിജയം ഇപ്പോൾ വന്നവർ, അതായത് LDF 4 പേരുടെ വിജയം ഇപ്പോൾ നമുക്ക് കിട്ടിയതനുസരിച്ച് ശങ്കരൻകുട്ടി നായർ P, അദ്ദേഹം മത്സരിച്ചത് വഞ്ചൂർ വാർഡിലാണ്. LDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. വി ഗോപകുമാർ മുടവൻ മുകളുടെ സ്ഥാനാർത്ഥിയാണ്. വി ഗോപകുമാർ അവിടെ വിജയിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ദീപക് SP, അദ്ദേഹം പേട്ട വാർഡിലാണ് മത്സരിച്ചത്, അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. ചാക്ക വാർഡിലെ LDF സ്ഥാനാർത്ഥി ശ്രീകുമാർ K ശ്രീകുമാർ അദ്ദേഹവും അവിടെ ജയിച്ചിട്ടുണ്ട്. NDAയുടെ 10 സ്ഥാനാർത്ഥികളുടെ വിജയം നമുക്ക് ഇപ്പോൾ കിട്ടിയതനുസരിച്ച് സുകന്യ O ശ്രീകണ്ഠേശ്വരം വാർഡിലാണ് ജയിച്ചിരിക്കുന്നത്. രണ്ടാമത് R ദിനേഷ് കുമാർ ചെട്ടിവിളാകം വാർഡ്, അവിടെ R ദിനേഷ് കുമാർ NDA സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. MR ഗോപൻ നേമം, MR ഗോപൻ അവിടെ സിറ്റിംഗ് കൗൺസിലറായി നിൽക്കുന്ന ആളാണ്. MR ഗോപൻ അവിടെ വിജയിച്ചിരിക്കുന്നു. R അഭിലാഷ് എസ്റ്റേറ്റ് വാർഡിൽ ജയിച്ചിട്ടുണ്ട്. സരിത P മണക്കാട് വാർഡിൽ ജയിച്ചിട്ടുണ്ട്. ശ്രീദേവി SK പൊന്നുമംഗലം വാർഡിൽ ജയിച്ചിട്ടുണ്ട്. പാപ്പനംകോട് സജി മത്സരിച്ചത് മേലാങ്കോട് വാർഡിലാണ്. NDA സ്ഥാനാർത്ഥിയായി അവിടെ ജയിച്ചിട്ടുണ്ട്. ശ്രീവരാഹം വാർഡിൽ മത്സരിച്ച NDA സ്ഥാനാർത്ഥി മിനി R അവിടെ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർട്ട് വാർഡ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫോർട്ട് വാർഡിലെ ഹരികുമാർ S ജയിച്ചിട്ടുണ്ട്. അങ്ങനെ UDF ജയിച്ചത് നമ്മുടെ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണ സുരേഷ് ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാഞ്ചിറ വാർഡ് അവിടെ ത്രേസ്യാമ്മ ടീച്ചറാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ത്രേസ്യാമ്മ ടീച്ചർ അവിടെ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ R ഹരികുമാർ തമ്പാനൂർ വാർഡിൽ മത്സരിച്ച് UDF സ്ഥാനാർത്ഥി R ഹരികുമാർ ജയിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് കവടിയാർ വാർഡിൽ KS ശബരിനാഥൻ മുൻ MLA വിജയിച്ചിട്ടുണ്ട്. BJPയുടെ ഒപ്പം ചേർത്ത് പറയേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ R ശ്രീലേഖ ശാസ്ത്രമംഗലം വാർഡിലും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആറ്റിങ്ങൽ വാർഡിലും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. വർക്കല മുനിസിപ്പാലിറ്റി, അങ്ങനെ എല്ലായിടത്തും ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ R ശ്രീലേഖ വിജയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് മുന്നേറ്റം തുടരുമ്പോൾ അടൂർ നഗരസഭ UDF പിടിച്ചിരിക്കുന്നു. അവിടെ 10 സീറ്റുകളുമായി UDF അവിടെ മുന്നിൽ തന്നെയാണ്. LDF 7 സീറ്റേ ഉള്ളൂ, BJPക്ക് 3 സീറ്റേ ഉള്ളൂ. അവിടെ അവർ അധികാരം പിടിച്ചിരിക്കുന്നു. അവിടെ അടൂർ നഗരസഭയിൽ UDF അധികാരം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പന്തളത്ത് വൻ മുന്നേറ്റമാണ് ഇപ്പോൾ LDF അവിടെ നടത്തുന്നത്. പന്തളത്ത് LDF വലിയ മുന്നേറ്റമുണ്ടെന്ന് പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും കോഴിക്കോട് ഡെപ്യൂട്ടി മേയറായ മുസാഫിർ അഹമ്മദ് തോറ്റുപോയി. അവിടെ അദ്ദേഹമായിരുന്നു ഇത്തവണ മേയർ ആകേണ്ടിയിരുന്നത്, അദ്ദേഹം തോറ്റുപോയി എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ എറണാകുളം കോർപ്പറേഷനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ 45 സീറ്റുകൾ അവിടെ UDF ലീഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 7 UDF 6 LDF എന്ന നില തുടരുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 78 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നുണ്ട്. അതേസമയം 69ഓളം സ്ഥലത്ത് LDFും ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. NDAക്ക് പന്തളം നഗരസഭ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നു. അതേസമയം പാലക്കാടും അവിടെ LDF വലിയ മുന്നേറ്റം നടത്തുമ്പോൾ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ നഗരസഭ അവർ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ LDFും UDFും 8 എന്ന നിലയിൽ പോകുമ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അവിടെ LDFിന്റെ മേൽക്കൈ, അവിടെ LDF ആ തുടക്കം മുതൽ തന്നെ ഒരു മേൽക്കൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ തുടരുന്നുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്തിലും LDF ലീഡ് ചെയ്യുന്നുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലും ബഹുദൂരം UDFിനേക്കാൾ മുന്നിലാണ് LDF. അവിടെ 20 സീറ്റുകളിൽ ഇപ്പോൾ LDF മുന്നിലെത്തിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ UDF ആണ് മുന്നിലുള്ളത്. പക്ഷെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 33 വാർഡുണ്ട്. അതിൽ 33 ഡിവിഷനുകളുള്ളിടത്ത് 31 UDF അടിച്ചു വാരിക്കൊണ്ട് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ 14 കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ 14 മുന്നിട്ട് നിൽക്കുമ്പോൾ കണ്ണൂരിൽ LDFിന്റെ ഒരു തരംഗം തന്നെയുണ്ട്. അവിടെ 16 LDF ലീഡ് ചെയ്യുമ്പോൾ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ അവിടെ 14 UDF 3 മാത്രം ഇപ്പോൾ
LDF-ന് ലീഡുണ്ട്. വയനാട് ജില്ലാ പഞ്ചായത്തിലും അവർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. എറണാകുളം പിന്നെ കഴിഞ്ഞ തവണയും UDF-നൊപ്പം ഉറച്ചു നിന്നൊരു ജില്ലാ പഞ്ചായത്താണ്. അവിടെയും ഇത്തവണ UDF-ന്റെ ഭരണം തുടരും. 24 ഇടത്ത് അവർ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ മത്സരം ഏതാണ്ട് ഇപ്പോൾ കുറച്ചുകൂടി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. 386 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നുണ്ട്. 367 ഇടത്താണ് LDF ലീഡ് ചെയ്യുന്നത്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു പോരാട്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അത് ബഹുദൂരം മാറ്റം വന്നിരിക്കുന്നു. ഇനി ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് 6-7 എന്ന നിലയിലുള്ള ജില്ലാ പഞ്ചായത്തിലാണ്. അതുപോലെ തന്നെ കോർപ്പറേഷൻ UDF കൊണ്ടുപോയിരിക്കുന്നു. 4 ഇടത്ത് ഇപ്പോൾ UDF-ന്റെ ലീഡാണത്. കൊല്ലം, കൊച്ചി, അതുപോലെ തന്നെ തൃശ്ശൂര്, കണ്ണൂര് 4 ഇടം. ഒരിടത്ത് LDF ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴും NDA ലീഡ് തുടരുന്നുണ്ട്. അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിൽ അവർ അധികാരം നിലനിർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതുപോലെ തന്നെ ഇനിയൊരു 3ാം ഭരണം ഉണ്ടാകുമോ എന്നുള്ളതിന് ഇതൊരു സൂചനയാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഈ നമ്മൾ ഈ മത്സ്യബന്ധനത്തിലൊക്കെ പോകുമ്പോൾ അടി തൂത്തുവാരുക എന്ന് പറയുന്നുണ്ട്. അടിത്തട്ട് തൂത്തുവാരി എടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ അടിത്തട്ട് തൂത്തുവാരി എടുക്കുന്ന ഒരു കാഴ്ച ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ തൃശ്ശൂരിൽ LDF-നെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. LDF-ന്റെ മുന്നേറ്റമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇനി ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ ചരിത്രം ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കോർപ്പറേഷൻ പിടിച്ചു എന്നത് മാത്രം. അതുമാത്രമല്ല, ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഭരിക്കുന്നത് BJP എന്ന നിലയിലേക്ക് വരുന്നു. ഭരിക്കുന്നത് LDF-ഉം അതിന്റെ തലസ്ഥാനം ഭരിക്കുന്നത് BJP-യും എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒരുപക്ഷെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വലിയ സൂചനയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 14 ഇടത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 14 ഇടത്ത് ഇപ്പോൾ അവർ NDA ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.